ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു 8.0. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോക്കാണ്. നമ്മളെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും അതുപോലെ തന്നെ റൊട്ടേഷൻ മോഷൻ എന്ന ഒരു പ്ലേലിസ്റ്റ് പോയാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും റൊട്ടേഷൻ മോഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ തരത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് ദൂരീകരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് സിലിണ്ടറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഏത് രീതിയിലാണ് ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കാമെന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ സിലിണ്ടർ നമുക്ക് രണ്ട് തരത്തിൽ പറയാം. ഒന്ന് ഹോളോവും അതേപോലെ തന്നെ സോളിഡും. അപ്പോൾ ഹോളോ സിലിണ്ടർ എന്ന് വെച്ചാൽ PVC പൈപ്പ്. നമ്മളൊരു PVC പൈപ്പ് എടുത്താൽ അതിൻ്റെ ഉൾഭാഗം എന്തായിരിക്കും? ശൂന്യമായിരിക്കും. അതായത് ഉൾഭാഗത്തിൽ എന്തായിരിക്കും? ഒരു തുളയുള്ള പോലെ, അതായത് ഒരു തോട്ടയുള്ള പോലെ താഴോട്ടൊക്കെ ഒരു പൈപ്പ് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ പൈപ്പിൻ്റെ പുറം ഭാഗം മാത്രമേ സോൾഡ് ആയിട്ടുണ്ടാവും, ഉൾഭാഗം ഹോളോ ആയിരിക്കും. അതിനാണ് ഹോളോ സിലിണ്ടർ എന്ന് വിളിക്കുന്നത്. സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ മൊത്തത്തിൽ എന്തായിരിക്കും? കവേർഡ് ആയിരിക്കും. അതായത് മൊത്തത്തിൽ കണ്ടാൽ എന്തായിരിക്കും? ഒരു പെർഫെക്റ്റ് സിലിണ്ടറായിട്ട് നമുക്ക് തോന്നും. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സിലിണ്ടറിക്കൽ മാഗ്നറ്റ് എടുത്താൽ അപ്പോൾ അത് സോളിഡ് സിലിണ്ടറിന് നല്ലൊരു എക്സാമ്പിളാണ്. അപ്പോൾ പലതരത്തിലുള്ള മാഗ്നറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സിലിണ്ടറിക്കൽ മാഗ്നറ്റും ഒരു സോൾഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റായിട്ട് നമുക്ക് പരിഗണിക്കാം. അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിസിറ്റി ഒന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു സോൾഡ് ആണ് നമുക്ക്, അതായത് സോൾഡ് വെച്ചാൽ സിലിണ്ടറിക്കൽ ഒരു സിലിണ്ടറിൻ്റെ ഷേപ്പിലുണ്ട് എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിനി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഹോളോ സിലിണ്ടർ കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് വേണം? ഒരു സിലിണ്ടർ എടുക്കാം. ഇപ്പോൾ ഒരു സിലിണ്ടറിനെ അവിടെ വരക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഹോളോ സിലിണ്ടറാണെന്ന് വെക്കുക. അതായത് ഒരു PVC പൈപ്പ്, ഒരു PVC പൈപ്പിൻ്റെ കഷ്ണം എടുത്താൽ നിങ്ങൾ വിചാരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ അതിനൊരു സെൻട്രൽ ആക്സിസ് നമുക്ക് വരച്ചു കൊടുക്കാം. ആ സെൻട്രൽ ആക്സിസ് ഈ രീതിയിലുണ്ടാവും. ആ ആക്സിസ് ഞാൻ ഇവിടെ വരക്കുന്നുണ്ട്. ഈ ഒരു ആക്സിസിലേക്ക് കൂടിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ICM നമ്മൾ എടുത്തിട്ടുണ്ട്, അതായത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ത്രോ സെൻറ്റർ ഓഫ് മാസ്. ശേഷം ഈ ഒരു ഹോളോ സിലിണ്ടറിൻ്റെ റേഡിയസിനെ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ R എന്നാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ശേഷം നമുക്ക് ഒരു കൺസെപ്റ്റ് ഇവിടെ പറയാനുള്ള വെച്ചാൽ, അതായത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഹോളോ സിലിണ്ടറിൻ്റെ ഡെറിവേഷൻ കാണുമ്പം നമുക്ക് ഈ ഒരു ഹോളോ സിലിണ്ടർ ഉണ്ടായിരിക്കുന്നത് കുറേ റിങ് അടുക്കി വെച്ചിട്ടാണെന്ന് പറയാം. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അടുക്കി വെക്കാൻ പാകത്തിനുള്ള വളയൊക്കെ ആണെങ്കിൽ നമുക്കത് അടുക്കി വെച്ച് പോകുമ്പോൾ ഒരു സിലിണ്ടറിൻ്റെ ഷേപ്പ് കിട്ടും. ഇപ്പോൾ ഈ തരത്തിലാണ് ഇവിടെ ഒരു കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ പറയാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ കുറേ റിങ്ങുകൾ ഇങ്ങനെ അടുക്കി വെച്ച ഒരു രൂപത്തിലാണ് ഈ സിലിണ്ടർ ഉണ്ടായിരിക്കുന്നതെന്ന് നമ്മളൊന്ന് വിചാരിക്കുക. അപ്പോൾ തിയോറട്ടിക്കലി മാത്രം ഇതിൻ്റെ ഡെറിവേഷൻ വരുന്നത്, അതുകൊണ്ട് എല്ലാ കൺസെപ്റ്റും തിയോറട്ടിക്കലി തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. നമ്മളിവിടെ ഡെറിവേഷന് മുമ്പായിട്ട് ഡിഫൈൻ ചെയ്ത് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഹോളോ സിലിണ്ടർ ഈസ് ഫോർംഡ് ബൈ ദി കളക്ഷൻസ് ഓഫ് റിങ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഡെറിവേഷൻ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യക്ക് പൊതുവായിട്ടുള്ള ഒരു ജനറൽ ഇക്വേഷനാണ് I=mr². അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്കിവിടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഒന്ന് കണ്ടുവെക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സിലിണ്ടർ ഉണ്ടായിരിക്കുന്നത് കുറേ റിങ്ങുകൾ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് അറിയാമെങ്കിൽ എല്ലാ റിങ്ങുകളുടെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ തമ്മിൽ കൂട്ടിയാൽ മതി, അതായത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഒരു റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണേണ്ട ഇക്വേഷൻ നമുക്കറിയാം. IR = അതായത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിങ്, അതിന് IR എന്ന് വിളിക്കുന്നത്. IR = mr² എന്ന് എഴുതാം. M മാസും R റേഡിയസും ആണ്. അപ്പോൾ ഒരു റിങ്ങിൻ്റെ മാസാണ് M. അപ്പോൾ ഇവിടെ അതിനെ സ്മോൾ ലെറ്റർ M ആയിട്ട് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ്, അതായത് ഒരു റിങ്ങിൻ്റെ ഒരു ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് എത്തിച്ചേരുന്നത്, ഒരു ഹോളോ സിലിണ്ടറിൻ്റെ ഇക്വേഷനിലേക്ക് എത്തുന്നത്. അതായത് അതിന് സമീഷൻ ചെയ്താൽ മതി ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ സമീഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ ഇവിടെ റിങ്ങിൻ്റെ ഒക്കെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ട് നമുക്കതിന് എന്ത് ചെയ്യുക? സമീഷൻ ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ICM ഓഫ് ദി ഹോളോ സിലിണ്ടർ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ സമീഷൻ ചെയ്തിട്ട് എഴുതുക. അതായത് സമീഷൻ ഓഫ് I = 1 to n mr². ഇതേപോലത്തെ കുറേ റിങ്ങുകളുണ്ടാവും. ആ റിങ്ങിൻ്റെ നമ്പർ നമുക്കറിയില്ല, അതുകൊണ്ടാണ് I = 1 to n ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമീഷൻ നൊട്ടേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സമീഷൻ ഓഫ് I = 1 to n m എന്നുള്ളൊരു ടേം ക്യാപിറ്റൽ ലെറ്റർ M ഈക്വൽ ആവും. അതായത് ഫൈനലായിട്ട് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ M × ക്യാപിറ്റൽ ലെറ്റർ R² എന്ന് പറഞ്ഞൊരു ടേമാണ് ഇവിടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആയിട്ട് കിട്ടുന്നത്. നമുക്കിവിടെ കൺക്ലൂഷനായിട്ട് പറയാൻ പറ്റുന്ന കൺസെപ്റ്റ് എന്താ വെച്ചാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിങ് അത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഹോളോ സിലിണ്ടറിന് ഈക്വൽ ആവുന്നതാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സോളിഡ് സിലിണ്ടർ ആണ്. അപ്പോൾ ഈ ഒരു സിലിണ്ടറിൻ്റെ ഡെറിവേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഹോളോ സിലിണ്ടറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണുമ്പം ആ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഒരു സർക്കുലർ റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യക്ക് ഈക്വലായി. അതേപോലെ സോളിഡ് സിലിണ്ടറിൻ്റെ, ഇപ്പോൾ ഹോളോ സിലിണ്ടർ അല്ല സോളിഡ് സിലിണ്ടറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണുമ്പം അത് ഒരു സർക്കുലർ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യക്ക് ഈക്വൽ ആവുന്നതാണ് ഇവിടുത്തെ കൺസെപ്റ്റിൽ പറയുന്നത്. അപ്പോൾ നമുക്കത് പ്രൂവ് ആകുന്നതിൽ അതൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇവിടെ ഒരു സോളിഡ് സിലിണ്ടർ കോൺസിഡർ ചെയ്യുക. അതിനൊരു ആക്സിസും വരച്ച് ആ ആക്സിസിലേക്കുള്ള ICM നമുക്ക് കണ്ടുപിടിക്കാം. നേരത്തെ ഡെറിവേഷനിൽ ഒരു ഹോളോ സിലിണ്ടർ ഉണ്ടായിരിക്കുന്നത് കുറേ റിങ്ങുകൾ കൂടിച്ചേർന്നിട്ടാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഡെറിവേഷൻ വെച്ചാൽ ഒരു സോളിഡ് സിലിണ്ടറിൻ്റെയാണ്. അപ്പോൾ ഒരു സോളിഡ് സിലിണ്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ തിൻ സർക്കുലർ ഡിസ്ക് അടുക്കി വെച്ചിട്ടാണെന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡെറിവേഷനിൽ നിന്ന് വരുക വെച്ചാൽ ഇവിടെ ഈ സമീഷൻ നൊട്ടേഷൻ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഒരു സർക്കുലർ ഡിസ്കിൻ്റെ
സെൻറ്റർ ഓഫ് മാസ്, അതായത് സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് അറിയാം. അപ്പോൾ അതിനോട് നമ്മൾ മുമ്പ് ഒരു ഡെറിവേഷൻ നടത്തിയിരുന്നു, ഒരു വീഡിയോയിൽ അതിനായിട്ട് വേണ്ടി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊന്ന് പോയി കാണാം, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇവിടെ നമ്മൾ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ R ആയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഒരു തിൻ സർക്കുലർ ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്തായിട്ടാണ് വരിക, ഇവിടെ mr²/2 എന്നാണ് വരിക. അപ്പോൾ ഇവിടെ മാസ് എടുക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ M ആണ്, റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ R ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, mr²/2 എന്ന് എഴുതാം. നമുക്കിവിടെ ഡെറിവേഷൻ ചെയ്യേണ്ടതുകൊണ്ട് നമ്മളിവിടെ ക്യാപിറ്റൽ ലെറ്റർ M എന്നുള്ള മാസിനെ സ്മോൾ ലെറ്റർ M ആയിട്ട് കണക്കാക്കുക. കാരണം കുറേ സർക്കുലർ ഡിസ്ക് ഉണ്ട്, സർക്കുലർ ഡിസ്ക് ഉണ്ട്. അതിൻ്റെയൊക്കെ മാസിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം, സ്മോൾ ലെറ്റർ M ആയിട്ട് എടുക്കാം. ഇതിൻ്റെ സമ്മീഷൻ നൊട്ടേഷൻ നമ്മളിവിടെ യൂസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമുക്കിവിടെ കാണേണ്ടത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സോളിഡ് സിലിണ്ടറാണ്. അപ്പോൾ സിലിണ്ടറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള കുറേ ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യനെ സമ്മീഷൻ ചെയ്ത് എഴുതുക. ഇവിടെ സമ്മീഷൻ നൊട്ടേഷൻ എമ്മിന് മാത്രമാണ് ബാധകമാവുന്നത്. അപ്പോൾ I=1 to n ആണ്. ആ ടേം ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ സമ്മീഷനിൽ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, അതുകൊണ്ടാണ് ഞാനത് സിമ്പിളായിട്ട് സമ്മീഷൻ മാത്രം ഇവിടെ എഴുതിയത്. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് സമ്മീഷൻ എമ്മിനെ ക്യാപിറ്റൽ ലെറ്റർ M ആയിട്ട് കിട്ടും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ M സമ്മീഷൻ M എന്നുള്ള ഭാഗത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ mr²/2 എന്നുള്ളൊരു റിസൾട്ട് കിട്ടും. ഇവിടെയും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സർക്കുലർ ഡിസ്ക് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സോളിഡ് സിലിണ്ടറിന് ഈക്വലായി. ഇന്ന് ചെയ്തിരിക്കുന്ന വീഡിയോക്ക് ചെറിയൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാരണം എന്താണ്, നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇവിടെ ഹോളോ സിലിണ്ടറിൻ്റെയും റിങ്ങിൻ്റെയും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഈക്വലായി, അതേപോലെ തന്നെ സോളിഡ് സിലിണ്ടറിൻ്റെയും ഡിസ്കിൻ്റെയും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഈക്വലായി. അപ്പോൾ ഈ ഒരു മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ് നിങ്ങൾ എന്തായാലും പഠിച്ചു നോക്കുക, ഓർത്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും. അടുത്തൊരു എപ്പിസോഡിൽ ഇതിൽ നല്ല കണ്ടന്റുകളായിട്ട് ഇതിൽ നല്ല വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ഇറ്റ്സ് മീ വിഷ്ണു ചെറുവാകര സൈനിങ് ഓഫ്.